ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ പവേർഡ് മണി ആൻഡ് മണി മൾട്ടിപ്ലയർ. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് തന്നിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈ പവേർഡ് മണി ആൻഡ് മണി മൾട്ടിപ്ലയർ. ഇത് രണ്ടും ഒരു രാജ്യത്തെ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യലായ റോൾ വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ദി ഹൈ പവേർഡ് മണി ആൻഡ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഹൈ പവേർഡ് മണി ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ. ഹൈ പവേർഡ് മണി ഇൻക്ലൂഡ്സ് ഇറ്റ് ഈസ് ദ സം ഓഫ് the currency notes and coins held by the public plus the commercial bank reserve. അപ്പോൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് എന്താണ്? കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക് പ്ലസ് ദ കമേഴ്ഷ്യൽ ബാങ്ക് റിസർവ്. റിസർവ് എന്ന് വെച്ചാൽ അവർ ലോൺ കൊടുക്കാതെ കയ്യിൽ റിസർവായിട്ട് സൂക്ഷിക്കുന്ന ബാങ്ക് റിസർവ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബേസ് ഫോർ ദ മണി സപ്ലൈ. അപ്പോൾ കാരണം ഒരു രാജ്യത്തെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത് ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹൈ പവേർഡ് മണീനെ മോണിറ്ററി ബേസ് എന്നുകൂടി പറയാറുണ്ട്. സപ്ലൈ ഓഫ് മണി വേരീസ് ഡയറക്ട്ലി വിത്ത് ദീസ് ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് മണി ഇൻക്രീസ് ചെയ്യുന്നതോടും ഒരു രാജ്യത്തെ മണി സപ്ലൈയും കൂടിക്കൊണ്ടിരിക്കും. സോ സപ്ലൈ ഓഫ് മണി ഹാസ് എ ഡയറക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈ പവേർഡ് മണി ആൻഡ് മണി സപ്ലൈ ഓഫ് എ കൺട്രി. അപ്പോൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ അതിനെ ഹൈ പവേർഡ് മണി എച്ച് എന്ന സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹൈ പവേർഡ് മണി ഈസ് ഈക്വൽ ടു കറൻസി. സി എന്ന് പറയുന്നത് കറൻസിയാണ്. ആർ ഈസ് ദ റിക്വയർഡ് റിസർവ്. റിക്വയർഡ് റിസർവ് എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് ഓരോ ബാങ്കും ഒരു റിസർവ് കീപ്പ് ചെയ്യും. ഒരു നിശ്ചിത പെർസെൻറ്റ് ഓഫ് അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് ലീഗലായിട്ട് അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ്, സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതല്ല. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. ആർ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് റിസർവാണ്. ദാറ്റ് ഈസ് ഓർ കമേഴ്ഷ്യൽ ബാങ്ക് ആർ റിക്വയർഡ് ടു കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് വിത്ത് ദംസെൽസ്. ഇറ്റ് ഈസ് ലീഗലി ഡയറക്റ്റഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. അങ്ങനെയുള്ള ആ റിസർവിനെയാണ് നമ്മൾ റിക്വയർഡ് റിസർവ് എന്ന് പറയുന്നത്. എക്സസ് റിസർവ് എന്ന് പറയുന്നത് ഈ റിക്വയർഡ് റിസർവിന് പുറമെ എക്സസ് ആയിട്ട് ഇപ്പോൾ ബാങ്കുകൾ കുറച്ചുകൂടെ പൈസ എക്സസ് ആയിട്ട് അവർ സൂക്ഷിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിക്വയർഡ് റിസർവ് പ്രകാരം മൊത്തം ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു 10% സൂക്ഷിച്ചാൽ മതി എങ്കിൽ അപ്പോൾ ചിലപ്പോൾ ബാങ്കുകൾ ഒരു 15% സൂക്ഷിക്കുകയാണെങ്കിൽ ആ എക്സ്ട്രാ സൂക്ഷിക്കുന്ന 5%നെയാണ് നമ്മൾ എക്സസ് റിസർവ് എന്ന് പറയുന്നത്. റിക്വയർഡ് റിസർവിനേക്കാൾ കൂടുതൽ ബാങ്കുകൾ കയ്യിൽ കാശ് പലപ്പോഴും സൂക്ഷിക്കും. കാരണം ബാങ്കുകൾക്ക് ഈ പെട്ടെന്നുണ്ടാകുന്ന കൺസ്യൂമേഴ്സിൻ്റെ എമർജൻസി ആയിട്ടുള്ള ഡിമാൻഡുകളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പല ബാങ്കുകളും റിക്വയർഡ് റിസർവിനേക്കാൾ കുറച്ചുകൂടെ ഒരു എക്സസ് ക്യാഷാണ് എപ്പോഴും കൈവശം ഒരു റിസർവായിട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഹൈ പവേർഡ് മണി. അപ്പോൾ ഹൈ പവേർഡ് മണിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഒന്ന്, കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക്, ആളുകളുടെ കയ്യിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന കറൻസി നോട്ടുകൾ. അതുപോലെ തന്നെ ബാങ്കുകളിൽ അവർ റിക്വയർഡ് റിസർവായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എമൗണ്ട് പ്ലസ് അവർ ഈ റിക്വയർഡ് റിസർവിന് പുറമെ എക്സസ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്. ഇത് മൂന്നും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പവേർഡ് മണി അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഹൈ പവേർഡ് മണി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തമ്മിൽ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഓരോ ഫാക്ടറികളുടെയും വേരി ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈ പവേർഡ് മണിയിൽ ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ 3 ഫാക്ടറികളും ഓരോ രീതിയാണ് ഹൈ പവേർഡ് മണി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 ഘടകങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഹൈ പവേർഡ് മണി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക് നമുക്ക് ആദ്യം എടുക്കാം. ആളുകൾ കൂടുതൽ പണം കറൻസി ആയിട്ടാണ് കൈവശം വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹൈ പവേർഡ് മണിയുടെ ടോട്ടൽ ക്വാണ്ടിറ്റീനെ കുറയ്ക്കും. കാരണം കൂടുതൽ പണം ബാങ്കിലിട്ടാലേ ബാങ്കിലേക്ക് കൂടുതൽ പണം വരുള്ളൂ. അല്ലാതെ ആൾക്കാർ പൈസ അതിൻ്റെ കൈവശം കറൻസി ആയിട്ട് തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ദ വോളിയൂം ഓഫ് ഹൈ പവേർഡ് മണി ഡിക്രീസസ്. സോ സി എന്ന് പറയുന്ന ആ കമ്പോണൻറ്റ്, അതായത് ഹൈ പവേർഡ് മണിയുടെ ആദ്യത്തെ ഡിറ്റർമിനൻ്റായ കറൻസി എന്ന് പറയുന്നത് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ C/D എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ആളുകൾ അവരുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര പണം ബാങ്കുകളിൽ ഡെപ്പോസിറ്റായിട്ട് കൊണ്ടുപോയിടും, എത്ര പണം കയ്യിൽ കറൻസി ആയിട്ട് സൂക്ഷിക്കും. ആൾക്കാർ കയ്യിൽ തന്നെ കറൻസി ആയിട്ട് അവരുടെ പേഴ്സിലോ തലോണക്കിടയിലോ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാജ്യത്തെ ഹൈ പവേർഡ് മണി കുറയും. കാരണം ആൾക്കാർ കയ്യിൽ സൂക്ഷിക്കുന്നത് ബാങ്കിലേക്ക് വന്നാലേ ഈ ഹൈ പവേർഡ് മണി കൂടിയുള്ളൂ. അപ്പോൾ കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി H, ഹൈ പവേർഡ് മണി. അപ്പോൾ ഇനി ഈ ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ റേഷ്യോ അല്ലെങ്കിൽ കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോനെ സൂചിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അവർ
കൂടുതൽ പണം ബാങ്കിലിടും, കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ അതുമായിട്ട് പോസിറ്റീവ് റിലേഷനാണ്. പിന്നെ മറ്റൊന്നുള്ളത് രാജ്യത്തെ ഇക്കണോമിക് കണ്ടീഷനാണ്. ഇക്കണോമിക് കണ്ടീഷൻ ഇപ്പോൾ ഇതുപോലെയുള്ള കോവിഡ് പോലെയുള്ള അൺസർട്ടനിറ്റിയൊക്കെ രാജ്യത്ത് ഫേസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ബാങ്കിൽ പോകണതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൂടുതൽ പണം കൈവശം വെച്ച് തന്നെ ആയിട്ട് സൂക്ഷിക്കും. അപ്പോൾ രാജ്യത്തെ ഇക്കണോമിക് കണ്ടീഷൻ ഇക്കണോമിക് അൺസർട്ടനിറ്റീസ് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കറൻസിനെ സൂക്ഷിക്കുന്നത്. എത്ര ശതമാനം കറൻസി ആയിട്ടും എത്ര ശതമാനം ഡെപ്പോസിറ്റായിട്ടും സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഹൈപ്പവേർഡ് മണിയിൽ തീരുമാനിക്കുന്ന വളരെ അതുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ആളുകൾ കൂടുതൽ പണം കയ്യിൽ കറൻസി ആയിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഹൈപ്പവേർഡ് മണിയുടെ വോളിയം കുറയും. ഇനി രണ്ടാമത് ഹൈപ്പവേർഡ് മൂല്യം തീരുമാനിക്കുന്ന ഘടകം എന്താണ്? റിക്വയർഡ് റിസർവ് റേഷ്യോ. റിക്വയർഡ് റിസർവ്, അതായത് RRR. ഈ RR ഇതുമായിട്ടും ഇൻവേഴ്സ് റിലേഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ പണം റിക്വയർഡ് റിസർവായിട്ട് ബാങ്കുകൾ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഹൈപ്പവേർഡ് മണി ബാങ്കിൽ കൂടുതൽ റിസർവ്, അതായത് റിക്വയർഡ് റിസർവും എക്സസ് റിസർവുമായിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അത് കൂടുതൽ വരുവാണെങ്കിൽ ഹൈപ്പവേർഡ് മണിയുടെ അളവും കൂടും. അപ്പോൾ ഹൈപ്പവേർഡ് മണിയുടെ 3 ഡിറ്റർമിനൻസിൽ കറൻസി ആയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പും RRR, അതായത് റിക്വയർഡ് റിസർവും അതുപോലെ തന്നെ ERവുമായിട്ട് എക്സസ് റിസർവുമായിട്ട് അതിന് ഡയറക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പുമാണ്. റിക്വയർഡ് റിസർവും എക്സസ് റിസർവും കൂടുന്നതിനനുസരിച്ച് ഹൈപ്പവേർഡ് മണിയുടെ വോളിയവും കൂടും. ഇത്രയാണ് ഹൈപ്പവേർഡ് മണീനെ പറ്റിയിട്ട് നമുക്ക് പറയുന്നതിനായിട്ടുള്ളത്. ഇനി രണ്ടാമത് അതിൻ്റെ ഘടകമാണ് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ബാങ്ക് ത്രൂ ആൻ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബാങ്ക് വിൽ ക്രിയേറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് മണി, ക്രിയേറ്റ് മണി, ദാറ്റ് ഇസ് ദ ക്രെഡിറ്റ് ക്രിയേഷൻ ത്രൂ ദി ലോൺ ഗിവിംഗ് പ്രോസസ്. That is, from an initial amount of deposit, the bank will create a large amount of money, a multiple amount of money through the credit creation process. അതിന് നമ്മൾ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ്, അവരുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, എല്ലാ കൺസ്യൂമേഴ്സിനായിട്ട് 10 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ഒരു ബാങ്കിലുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ പല ആൾക്കാരായിട്ട് ലോൺ കൊടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് സഹിതം ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ആ ബാങ്ക് ആ 10 ലക്ഷം രൂപ ഒരു 30 ലക്ഷം രൂപയായിട്ട് മാറ്റിയിരിക്കട്ടെ. അപ്പോൾ എന്താണ്? 10 ലക്ഷം രൂപ, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, ആൻഡ് നൗ ദ മണി വിത്ത് ദ ബാങ്ക് ഈസ് 30 lakhs. ഇപ്പോൾ 30 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 3 ആണ് മണി മൾട്ടിപ്ലയർ. അതായത് ആദ്യത്തെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ പ്രൈമറി ഡെപ്പോസിറ്റ്, അതായത് 30 ഡിവൈഡഡ് ബൈ 10, നൗ ദ 3 വിൽ ബി ദ മണി മൾട്ടിപ്ലയർ. അല്ല, ഇപ്പോൾ ബാങ്കുകൾ 40 ലക്ഷം രൂപ വരെ ലോൺ കൊടുത്തുണ്ടാക്കുവാണെങ്കിൽ മണി മൾട്ടിപ്ലയർ എന്താണ്? 40 ഡിവൈഡഡ് ബൈ 10, 4 ആണ്. അപ്പോൾ ബാങ്കുകളുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊണ്ട് അവരെത്രമാത്രം അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് അവരുടെ ക്രെഡിറ്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ കാരണം അത് ലോൺ ഗീവിംഗ് പ്രോസസ്സിലൂടെയാണ്. ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ പല ആൾക്കാർക്കായിട്ട് ലോൺ കൊടുത്ത് അത് തിരിച്ചു കിട്ടുന്ന അവസരത്തിൽ ബാങ്കുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കൂടുന്നു. 10 ലക്ഷം രൂപയേക്കാൾ അത് കൂടുന്നു. ചിലപ്പോൾ 20 ലക്ഷമോ 30 ലക്ഷമോ 40 ലക്ഷം, അത് ബാങ്കുകൾ എത്രമാത്രം ലോൺ കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം അങ്ങനെ അവരുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ റേഷ്യോനെയാണ് നമ്മൾ പറയുന്നത് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. മണി മൾട്ടിപ്ലയർ എന്ന് നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് നമ്മൾ മണി മൾട്ടിപ്ലയറിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മണി സപ്ലൈനെ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മണി മൾട്ടിപ്ലയർ. ആക്ച്വലി ഒരു രാജ്യത്തെ മണി സപ്ലൈ എന്ന് പറയുന്നത്, ബോർഡിൽ നോക്കുക, മണി സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? മണി മൾട്ടിപ്ലയർ ഇൻറ്റു ഹൈപ്പവേർഡ് മണിയാണ്. ഇത് സ്മോൾ ലെറ്റർ M ഇവിടെ കുത്തുണ്ട്, എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. അതായത് സ്മോൾ ലെറ്റർ M മണി മൾട്ടിപ്ലയറിനെ സൂചിപ്പിക്കുന്നു. മണി മൾട്ടിപ്ലയർ ഇൻറ്റു ഹൈപ്പവേർഡ് മണിയാണ് ഒരു രാജ്യത്തെ ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇനി മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോർമുല എന്താണ്? മണി മൾട്ടിപ്ലയർ സ്മോൾ ലെറ്റർ M ഈക്വൽസ് 1 ഡിവൈഡഡ് ബൈ റിക്വയർഡ് റിസർവ് റേഷ്യോ, RRR എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർഡ് റിസർവ് റേഷ്യോൻ്റെ, അതായത് ലീഗലായിട്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട പണത്തിൻ്റെ റേഷ്യോ, അതുമായിട്ട് രാജ്യത്തെ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതായത് 1 ഡിവൈഡഡ് ബൈ RRR എന്ന് വെച്ചാൽ റിക്വയർഡ് റിസർവ് റേഷ്യോ ആണ് ഒരു രാജ്യത്തെ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? റിക്വയർഡ് റിസർവ് റേഷ്യോ കൂടുന്തോറും മണി മൾട്ടിപ്ലയർ കുറയും. റിക്വയർഡ് റിസർവ് റേഷ്യോ കുറയും തോറും മണി മൾട്ടിപ്ലയർ കൂടും. അപ്പോൾ മണി മൾട്ടിപ്ലയറുമായിട്ട് റിക്വയർഡ് റിസർവിന് രാജ്യത്തെ റിസർവ് റേഷ്യോയ്ക്കുള്ള എന്ന് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സാണ്. അപ്പോൾ റിക്വയർഡ് റിസർവ് കുറഞ്ഞിരുന്നാൽ ബാങ്കുകൾക്ക് കുറച്ച് പണം മാത്രം റിസർവായിട്ട് സൂക്ഷിച്ചാൽ മതി, ബാക്കിയുള്ളത് ലോൺ കൊടുക്കാം. അതിൻ്റെ അർത്ഥം അവർക്ക് കൂടുതൽ പൈസ ലോൺ കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ മൾട്ടിപ്പിൾസ് ആയിട്ട് അവർക്കത് അഡീഷണൽ എമൗണ്ട് ഓഫ് മണി ക്രിയേറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റിക്വയർഡ് റിസർവ് കുറഞ്ഞിരുന്നാൽ
റിക്വയർഡ് റിസർവ് കുറഞ്ഞിരുന്നാൽ ബാങ്കുകൾക്ക് കൂടുതൽ പണം ലോൺ കൊടുത്ത് കൂടുതൽ പണം മൾട്ടിപ്ലൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, മണി മൾട്ടിപ്ലയർ ഹൈ ആയിരിക്കും. അതേസമയം റിക്വയർഡ് റിസർവ് റേഷ്യോ വളരെ ഹൈ ആയിരുന്നാൽ കുറച്ച് പണം മാത്രമേ, അത്രയും റിസർവ് സൂക്ഷിച്ചിട്ടും പിന്നെ എക്സസ് റിസർവും കൂടെ സൂക്ഷിച്ചിട്ട് കുറച്ച് പണം മാത്രമേ ബാങ്കുകൾക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മണി മൾട്ടിപ്ലയർ കുറവായിരിക്കും. അതൊരു നമ്മൾ കാണിച്ചൊരു എക്സാമ്പിൾ പ്രകാരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ റിക്വയർഡ് റിസർവ് റേഷ്യോ 5%. 5% മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5% എന്ന് പറഞ്ഞാൽ 0.05 ആണ്. നമ്മളതിനെ 5% നമ്മളതിനെ പെർസെൻറ്റേജ് ആയിട്ട് എഴുതുമ്പോൾ, അല്ല അതിനെ നമ്മൾ ഡെസിമലായിട്ട് എഴുതുമ്പോൾ 1/0.05 5% എന്ന് പറയുന്നത് 0.05 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ ഇവിടെ റിക്വയർഡ് റിസർവ് റേഷ്യോ 5% ആയിരുന്നപ്പോൾ മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആയിരുന്നു. സപ്പോസ് ഈ റിസർവ് റേഷ്യോ എന്താണ് കൂട്ടി, സെൻട്രൽ ബാങ്ക് അതിൻ്റെ റിസർവ് റേഷ്യോ കൂട്ടി 10% ആക്കി. 10% ആക്കുമ്പോൾ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അതായത് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇവിടെ M = 1/0.1. അപ്പോൾ എത്രയാണ്? 10. മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 10 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ റിസർവ് റേഷ്യോ ഇവിടെ 5%-ൽ നിന്ന് 10% കൂടിയപ്പോൾ മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 20-ൽ നിന്ന് 10 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മണി മൾട്ടിപ്ലയറുമായിട്ട് റിക്വയർഡ് റിസർവ് റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദർ ഈസ് എ ഡയറക്റ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ്? റിസർവ് റേഷ്യോ 5% ആയിരുന്നു, അതിൻ്റെ ഇരട്ടിയായപ്പോൾ റിസർവ് റേഷ്യോ 5% ആയിരുന്നതിൻ്റെ ഇരട്ടിയായപ്പോൾ മണി മൾട്ടിപ്ലയർ നേരെ പകുതിയായിട്ട് കുറഞ്ഞു. 20 ആയിരുന്നത് 10 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അത്ര ഇതായിട്ടുള്ള ഇൻവേഴ്സ് ആണെന്ന് മാത്രമല്ല, അതിൻ്റെ ആ ഇൻവേഴ്സിൻ്റെ മറ്റത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുമ്പോൾ ഇത് നേരെ പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. റിക്വയർഡ് റിസർവ് റേഷ്യോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചപ്പോൾ മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ നേർ പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസർവ് റേഷ്യോ ആൻഡ് മണി മൾട്ടിപ്ലയർ. അപ്പോൾ മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കൂടിയിരിക്കണമെങ്കിൽ എന്താണ്? റിസർവ് റേഷ്യോ കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈപ്പവേർഡ് മണി ആയിട്ടുള്ള റിലേഷൻഷിപ്പും പറഞ്ഞു, ഇപ്പോൾ മണി മൾട്ടിപ്ലയറുമായിട്ടുള്ള റിലേഷൻഷിപ്പും പറഞ്ഞു. ഇത് ജോയിൻ്റ്ലി ചേർന്നിട്ടാണ് ഒരു രാജ്യത്തെ മണി സപ്ലൈനെ തീരുമാനിക്കുന്നത്. ആ മണി സപ്ലൈനെ തീരുമാനിക്കുന്നത് അപ്പോൾ രാജ്യത്തെ ടോട്ടൽ ഹൈപ്പവേർഡ് മണിയും അതുപോലെ തന്നെ ഈ മണി മൾട്ടിപ്ലയറും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഒരു രാജ്യത്തെ മൊത്തം എൻറ്റയർ മണി സപ്ലൈനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിലെ മേജർ ഘടകം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഹൈപ്പവേർഡ് മണി അല്ലെങ്കിൽ മോണിറ്ററി ബേസ് തന്നെയാണ്. അതൊരു ഡയഗ്രത്തിലൂടെ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ മണി സപ്ലൈയും വെർട്ടിക്കൽ ആക്സിസിൽ ഹൈപ്പവേർഡ് മണിയാണ് മെഷർ ചെയ്യുന്നത്. ഈ ലൈൻ OD സൂചിപ്പിക്കുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ്. ഡിമാൻഡ് ഫോർ മണി കർവാണ്. നമുക്കിവിടെ വലിയ പ്രാധാന്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. OD ഈസ് ദ ഡിമാൻഡ് ഫോർ മണി കർവ് ആൻഡ് HS ഈസ് ദി ഇനീഷ്യൽ ഹൈപ്പവേർഡ് മണി. ഒരു രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പവേർഡ് മണിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് HS ആയിരുന്നു. അപ്പോൾ HS ആയിരുന്നു ആദ്യത്തെ എമൗണ്ട് ഓഫ് ഹൈപ്പവേർഡ് മണി. അപ്പോൾ ആ HS എന്ന ഹൈപ്പവേർഡ് മണി HS-ൽ നിന്ന് HS ആയിരുന്നപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് .E ആണ്. ആൻഡ് ടോട്ടൽ മണി സപ്ലൈ വിൽ ബി OM ആയിരുന്നു ടോട്ടൽ മണി സപ്ലൈ. ഇനി ഹൈപ്പവേർഡ് മണിയുടെ ക്വാണ്ടിറ്റി HS-ൽ നിന്ന് HS1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ equilibrium എവിടെയാണ്? equilibrium will be point E1 and the money supply increases from OM to OM1. money supply M1 ആയിട്ട്, അതായത് ഡെൽറ്റ M ആയിട്ട് മണി സപ്ലൈ വർദ്ധിച്ചു. ഇവിടെ ഹൈപ്പവേർഡ് മണി ഡെൽറ്റ H ആയിട്ട് വർദ്ധിച്ചപ്പോൾ മണി സപ്ലൈയുടെ അളവെന്ന് പറഞ്ഞത് ഡെൽറ്റ M ആയിട്ട് വർദ്ധിച്ചു. ആൻഡ് ദ ടോട്ടൽ മണി സപ്ലൈ ഓഫ് ദി ഇക്കോണമി ഇൻക്രീസസ് ഫ്രം OM to OM1. അപ്പോൾ മണി സപ്ലൈ ഹൈപ്പവേർഡ് മണിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് മണി സപ്ലൈയും കൂടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? അപ്പോൾ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്ന 2 ഘടകങ്ങളിൽ ഹൈപ്പവേർഡ് മണിയായിട്ട് അതിന് പോസിറ്റീവ് റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ കണ്ടു ഈ മണി മൾട്ടിപ്ലയറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ റിക്വയർഡ് റിസർവുമായിട്ട് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു രാജ്യത്തെ മണി സപ്ലൈ കൂടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹൈപ്പവേർഡ് മണി കൂടണം. ഹൈപ്പവേർഡ് മണി കൂടുന്നതിനനുസരിച്ചിട്ട് ആണ് മണി സപ്ലൈ ഒരു രാജ്യത്ത് കൂടുന്നത്. ഇനി ഹൈപ്പവേർഡ് മണി കൂട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹൈപ്പവേർഡ് മണി കൂട്ടണമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻസ് ആയിട്ടുള്ള ഘടകങ്ങളെ നമുക്കുള്ളത് വർദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ കൂടണം. കാരണം നമ്മൾ എത്രമാത്രം ആളുകൾ ബാങ്കിൽ കൊണ്ടേ കാശിടുന്നോ അത്രമാത്രം ഹൈപ്പവേർഡ് മണിയുടെ അളവും കൂടും. അതേസമയം റിക്വയർഡ് റിസർവ് ഒക്കെ ഒരുപാട് കൂടിയിരുന്നാൽ മണി മൾട്ടിപ്ലയർ കുറയും. മണി മൾട്ടിപ്ലയർ കുറഞ്ഞാലും എന്ത് കുറയും? ടോട്ടൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈയുടെ വേറൊരു സെക്കൻഡ് ഡിറ്റർമിനൻ്റാണ് മണി മൾട്ടിപ്ലയർ. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമില്ലാതിരിക്കണമെങ്കിൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? യു ഹാവ് ടു
ഡെപ്പോസിറ്റ് മോർ മണി ഇൻ ബാങ്ക്സ്. ദാറ്റ് ഈസ് യു സി നിങ്ങളുടെ കൂടുതലായിട്ട് ഇത് ചെയ്യണം. അതായത് കയ്യിൽ സൂക്ഷിക്കുന്ന കറൻസിയുടെ അളവ് കുറച്ചുകൊണ്ട് കൂടുതൽ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ മണി സപ്ലൈ. അപ്പോൾ മണി സപ്ലൈനെ കൂട്ടാൻ അല്ലെങ്കിൽ ഹൈപ്പവേർഡ് മണീനെ കൂട്ടുന്ന വഴി മണി സപ്ലൈ രാജ്യത്ത് വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത് യു ഹാവ് ദ പീപ്പിൾ ഷുഡ് കീപ് മോർ ഡെപ്പോസിറ്റ്സ് ഇൻ ദി ബാങ്ക്സ് ദാൻ റിസർവ്. അപ്പോൾ കയ്യിൽ സൂക്ഷിക്കുന്നതിന് പകരം ബാങ്കിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി അവസാനമായിട്ട് അതിൻ്റെ ഒരു ലീക്കേജ് കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ സാധാരണ ഈ മണി സപ്ലൈ പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ പ്രോസസ്സിൽ നിന്ന് ലീക്കേജ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഹോർഡിങ്. അതായത് ആൾക്കാർ ഈ ജ്വല്ലറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന അങ്ങനെയുള്ള സേവിങ്, അതായത് യഥാർത്ഥത്തിൽ ബാങ്കിൽ കാശ് ഇടാതെയും കയ്യിൽ കാശ് വയ്ക്കാതെയും ചില ആൾക്കാർ ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടും. ദാറ്റ് ഈസ് ദ മേജർ ലീക്കേജ്. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ ഹോർഡിംഗ് എന്നാണ് പറയുന്നത്, പൂഴ്ത്തി വയ്ക്കുക. ആ ഹോർഡിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലീക്കേജാണ്. പിന്നെയുള്ളത് ടാക്സസ് ആയിട്ട് പോകുന്ന എമൗണ്ട് മറ്റൊരു ലീക്കേജാണ്. അവസാനമായിട്ട് മണി മൾട്ടിപ്ലയറിൻ്റെ വലിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മണി സപ്ലൈ പ്രോസസ്സിൻ്റെ വലിയ ലീക്കേജാണ് ബാഡ് ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? ദ ലോൺസ് വിച്ച് ഗെറ്റ് ഡീഫോൾട്ട്, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വായ്പകൾ. അതും ഈ പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ലീക്കേജാണ് ബാഡ് ലോൺസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ലീക്കേജ് ആയിട്ടുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഒന്ന് ഹോർഡിങ്, ഓൺലി സേവിംഗ് എന്ന് തന്നെ പറയുന്നത് ഹോർഡിംഗ് ആണത് by the people, then taxes, and then bad loans. That is the loans which will not get repaid. ഇത് 3 ഇതിൻ്റെ ലീക്കേജാണ്. ഇത് ലീക്കേജ് എന്ന് വെച്ചാൽ അത് 3 കൂടും തോറും ഇതിൻ്റെ മണി സപ്ലൈയുടെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ മണി ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കുറയുകയും അതുപോലെ തന്നെ ഹൈപ്പവേർഡ് മണിയും കുറയുകയും അങ്ങനെ മണി സപ്ലൈ രാജ്യത്ത് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന ആ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ആ മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ലീക്കേജാണ് ഈ പറഞ്ഞ 3. Hope that you have understood. Thank you.